ഹലോ, ഇന്ന് സലാലിലെ മൂന്നാമത്തെ ദിവസം കേട്ടോ. കാലത്ത് മഞ്ഞ് കാണാൻ പോകാന്ന് പറഞ്ഞിട്ട് കാലത്ത് എഴുന്നേറ്റില്ല. 10 മണിയാകുമ്പോൾ എഴുന്നേറ്റ് 10 മണി എഴുന്നേറ്റിട്ട് ഒരു വലിയ വെള്ളച്ചാട്ടം കാണാൻ പോയതാ. പക്ഷെ വെള്ളം ഉണ്ടായില്ല അവിടെ ഇവിടെയൊക്കെ വെള്ളം ചെറിയതായിട്ട് കെട്ടിക്കിടക്കുന്നുണ്ട്. ചെറിയ ചെറിയ അരുവികളും ചെറിയ വെള്ളച്ചാട്ടങ്ങളും. പക്ഷെ ഇത് കാണാൻ രസമുണ്ടായിട്ടോ. ഇഷ്ടംപോലെ ആൾക്കാർ പുറത്തുനിന്ന് വരുന്നുണ്ടായിരുന്നു. ഇതിൽ ചിലയിടത്ത് മാത്രം വെള്ളമുള്ളൂ. ചിലയിടത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുഴി മാത്രമായി വെള്ളം ചുറ്റും പോയി കുഴി മാത്രമായിട്ട് അതിൽ കുറച്ച് മീനുകളൊക്കെ കെട്ടിയെടുക്കുന്നുണ്ട്. കുറച്ച് മീനുകളാണ്, നല്ലോണം മീനുകളുണ്ട്. നാട്ടിലാണെങ്കിൽ അതിന് ആൾക്കാർ വറുത്തടിക്കും. ഞങ്ങൾ അതിന് ഒരു കവറിട്ട് കോരി അപ്പുറത്തെ കനാലിലും ഉണ്ടാക്കി. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി നേരത്തെ. പിന്നെ എന്നിട്ട് ഒരു ചെറിയ ബീച്ചിലേക്ക് പോയി. ഇവിടെ നല്ല ഫേമസ് ബീച്ചാട്ടോ. നല്ല കാണാൻ രസമാണ്. പക്ഷെ ഒടുക്കത്തെ വെയിലായി തുടങ്ങി ആ സമയത്തൊക്കെ. ഈ ഹോളിക്കൂടെയൊക്കെ വെള്ളം വരും. ഈ ഗ്രില്ലിട്ട് അടച്ചിട്ടുന്നില്ലേ, അതാ തിരമാല അടിക്കുമ്പോൾ ഈ ഹോളിക്കൂടെയൊക്കെ വെള്ളം വരും. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ വീണ്ടും മഞ്ഞ് കാണാനായിട്ട് മലയുടെ ഉച്ചിലെത്തുന്ന പറഞ്ഞാൽ ഒടുക്കത്തെ കോടയായിരുന്നു കേട്ടോ. നല്ല കോട, ഫുള്ള് കോട. അടുത്തുള്ള വണ്ടി പോലും മര്യാദ കാണാത്ത അവസ്ഥയിലൊരു കോട. ഞങ്ങൾ ഒരു 3 മണി ടൈമിലൊക്കെ ഇറങ്ങിയത്. പക്ഷേ ഒടുക്കത്തെ ആൾക്കാരായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കറങ്ങി അടിച്ച് അവിടെ വലിയ വ്യൂ പോയിന്റ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഒന്നും കാണാൻ പറ്റില്ല, ഒടുക്കത്തെ കോടയായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ചെറിയ തണവൊക്കെ ആസ്വദിച്ച് അവിടെ നിന്ന് ഇറങ്ങി നേരെ ഒരു ഫാം ഹൗസിലേക്കാണ് പോയത്. അവിടെ നിന്ന് നേരെ ഫാം ഹൗസിൽ പോയിട്ട് ഒരു മലയാളി നടത്തുന്ന കേട്ടോ. പക്ഷെ നല്ല രസമുണ്ട്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന കറക്റ്റ് ഫീലിംഗ്. എല്ലാ സാധനങ്ങളുണ്ട്, എല്ലാ കൃഷിയും ഉണ്ട് അവിടെ. പിന്നെ അവിടെ നിന്ന് കുറേ ചക്കയും തേങ്ങ മാങ്ങിക്കായിട്ട് നേരെ മസ്കറ്റിക്ക്. അങ്ങനെ സലാഡ് ട്രിപ്പ് അവസാനിച്ചു. ഓക്കെ.